ശശി തരൂരിനെതിരെ കോൺഗ്രസ് നേതൃത്വം അണിനിരന്നിരിക്കുന്നു. കേരളം വ്യവസായ പുരോഗതിയുടെ പാതയിലാണെന്ന തരൂരിൻ്റെ പ്രസ്താവനയാണ് കോൺഗ്രസ് നേതൃത്വത്തെ ചൊടിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ എല്ലാ രംഗത്തും പിണറായി സർക്കാർ തികഞ്ഞ പരാജയമാണെന്ന് പറയുന്ന വി.ഡി. സതീശനും കെ. സുധാകരനും ഇത് ക്ഷമിക്കാവുന്ന കാര്യമല്ല. അണികളെയും ആ വഴിക്ക് ചിന്തിപ്പിക്കാനാണ് അവർ കഴിഞ്ഞ നാളുകളിലൊക്കെ ശ്രമിച്ചു വന്നത്. എന്നാൽ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗവും എം.പിയുമായ ശശി തരൂർ നടത്തിയ പുകഴ്ത്തൽ തികച്ചും തെറ്റായ നിലപാടാണെന്ന് കോൺഗ്രസ് നേതൃത്വം വിലയിരുത്തുന്നു. മാത്രമല്ല, സംസ്ഥാന കോൺഗ്രസിൻ്റെ നിലപാട് വ്യക്തമാക്കാൻ തരൂരിനെ ആരും ചുമതലപ്പെടുത്തിയിട്ടില്ലെന്നും തരൂരിൻ്റെ അഭിപ്രായം കോൺഗ്രസ് നിലപാടല്ലെന്നും വ്യക്തമാക്കാനാണ് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം ശ്രമിക്കുന്നത്. പാർട്ടി മുഖപത്രമായ വീക്ഷണത്തിലെ എഡിറ്റോറിയലിലൂടെ ശശി തരൂരിൻ്റെ പുകഴ്ത്തൽ പാർട്ടിക്ക് ഒരർത്ഥത്തിലും അനുവദിച്ചു കൊടുക്കാനാവില്ലെന്ന നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം പഠിച്ച പണി 18 പയറ്റി സംസ്ഥാന സർക്കാരിനെതിരെ വിമർശിക്കുമ്പോഴാണ് പാളയത്തിൽ നിന്നു തന്നെ നിലപാട് മാറ്റം വന്നിരിക്കുന്നത്. തരൂരിനെ ഈ രീതിയിൽ മുന്നോട്ടു പോകാൻ അനുവദിക്കരുതെന്ന നിലപാടാണ് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം സ്വീകരിച്ചിരിക്കുന്നത്. രാഷ്ട്രീയ സാഹചര്യം മനസ്സിലാക്കാതെ പക്വതയില്ലാത്ത പ്രതികരണം നടത്തുന്ന ശശി തരൂരിനെതിരെ കേന്ദ്ര നേതൃത്വത്തെ സമീപിക്കാനും സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം ആലോചിക്കുന്നുണ്ട്. ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം റിപ്പോർട്ടാണ് തൻ്റെ വിലയിരുത്തലിന് അവലംബമെന്ന് ശശി തരൂർ വ്യക്തമാക്കുന്നു. എന്നാൽ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ കോൺഗ്രസിൻ്റെ അഭിപ്രായമെന്ന മട്ടിൽ പ്രസ്താവനകൾ നടത്തുന്ന തരൂരിൻ്റെ രാഷ്ട്രീയ ബോധ്യങ്ങൾ വ്യത്യസ്തമാണെന്ന് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം വിലയിരുത്തുന്നു. പലപ്പോഴും അവസരോചിതമല്ലാത്ത നിലപാടുകൾ സ്വീകരിക്കുന്ന തരൂരിനോട് കടുത്ത അമർഷം സംസ്ഥാന നേതൃത്വത്തിൽ നിലനിൽക്കുന്നുണ്ട്. പലപ്പോഴും കോൺഗ്രസ് നേതൃത്വത്തെ അവഗണിച്ച് കേന്ദ്ര സർക്കാരിനെയും കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനെയും ശശി തരൂർ പുകഴ്ത്താറുണ്ട്. ചിലപ്പോൾ മോദിയെയും പിണറായി വിജയനെയും. അതൊക്കെ വേറെ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുള്ളതാണെന്ന് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം വിശ്വസിക്കുന്നു. പല ധ്രുവങ്ങളിൽ സഞ്ചരിക്കുന്ന വി.ഡി. സതീശൻ, കെ. സുധാകരൻ, രമേശ് ചെന്നിത്തല തുടങ്ങിയവർ ശശി തരൂരിൻ്റെ കാര്യത്തിൽ പലപ്പോഴും അസംതൃപ്തരാണ്. അതിനെ അതിജീവിച്ച് തരൂരിന് സംസ്ഥാന രാഷ്ട്രീയത്തിൽ നില ഉറപ്പിക്കാൻ കഴിയുമോ എന്നതാണ് പ്രസക്തമായ ഇന്നത്തെ ചോദ്യം.